ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും വിൻസ്പയറിൻ്റെ SCRT ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് എക്കണോമിക്സിൻ്റെ ഭാഗമായിട്ട് 9ാം ക്ലാസ്സിലെ 6ാമത്തെ പാഠഭാഗമാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ചാപ്റ്ററിൻ്റെ പേര് സാമ്പത്തിക വളർച്ചയും സാമ്പത്തിക വികസനവും. ഇപ്പോൾ ദേശീയ വരുമാനം കണക്കാക്കുന്നതുമായി സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇന്ന് സാമ്പത്തിക വളർച്ച, സാമ്പത്തിക വികസനം എന്ന സങ്കല്പത്തെക്കുറിച്ചും അതിന് ശക്തിപ്പെടുത്തുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് നാം മുൻപ് ചർച്ച ചെയ്തു. ഒരു സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? രാജ്യത്തെ കാർഷികോൽപാദനം വർദ്ധിച്ചു എന്നത് പ്രകടമായ ഒരു മാറ്റമാണ് അല്ലേ? രാജ്യത്ത് ആ കാർഷികോൽപാദനം വർദ്ധിച്ചു. അതുപോലെ മാറ്റങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. നിർമ്മാണ മേഖല വളരുന്നുണ്ട്, വ്യാവസായിക ഉൽപ്പാദനത്തിൽ വർധനവുണ്ടാകുന്നു, സേവന മേഖലകളിൽ വളർച്ചയുണ്ടാകുന്നു അല്ലേ? അപ്പോൾ ഇതിനെയെല്ലാം നമുക്ക് സാമ്പത്തിക വളർച്ച എന്ന് പറയാൻ കഴിയും. അപ്പോൾ എന്താണ് സാമ്പത്തിക വളർച്ച എന്ന് ചോദിച്ചാൽ, ഒരു സമ്പദ് വ്യവസ്ഥയിലെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദനത്തിൽ ഉണ്ടാകുന്ന വർധനവിനെയാണ് സാമ്പത്തിക വളർച്ച എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു സമ്പദ് വ്യവസ്ഥയിലെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദനത്തിൽ ഉണ്ടാകുന്ന വർധനവ് കേട്ടോ. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദനത്തിൽ ഉണ്ടാകുന്ന വർധനവ്. അപ്പോൾ ആ നാട്ടിൽ, ആ രാജ്യത്ത് അല്ലെങ്കിൽ ആ സമ്പദ് വ്യവസ്ഥയിൽ എത്രത്തോളം ഉൽപ്പന്നങ്ങൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നു അല്ലെങ്കിൽ സേവനങ്ങൾ എത്രമാത്രം കൂടുതൽ ലഭ്യമാകുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സാമ്പത്തിക വളർച്ച വിലയിരുത്തുന്നത്. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും അളവ് വർദ്ധിക്കുക എന്നാൽ രാജ്യത്തിൻ്റെ ദേശീയ വരുമാനം വർദ്ധിക്കുക എന്നാണ് അർത്ഥം അല്ലേ? ഉൽപ്പന്നങ്ങൾ വർദ്ധിക്കുന്നതനുസരിച്ച് ദേശീയ വരുമാനം വർദ്ധിക്കും. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. GNPയും GDPയും NNP ഒക്കെ നമ്മൾ പറഞ്ഞതാണ് അല്ലേ? ഒരു രാജ്യത്തിൻ്റെ ആകെ ഉൽപ്പാദനത്തിൽ മുൻവർഷത്തെ അപേക്ഷിച്ച് ഉണ്ടാകുന്ന വർധനവാണ് സാമ്പത്തിക വളർച്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷത്തേക്കാൾ എത്ര കൂടുതലാണ് ഈ വർഷം ഉൽപ്പാദനമുള്ളത്, അപ്പം അത്രയും വർധനവുണ്ടായിട്ടുണ്ട്. കുറഞ്ഞുവെങ്കിൽ സാമ്പത്തിക വളർച്ച അല്ല, സാമ്പത്തിക ശോഷണമാണ് അല്ലെങ്കിൽ കുറവാണെന്ന് പറയാം. ഉദാഹരണം, 2016-17 വർഷത്തിൽ ഒരു പ്രദേശത്ത് 100 ക്വിൻ്റൽ നെല്ല് ഉൽപ്പാദിച്ചു എന്ന് കരുതുക. 2017-18 സാമ്പത്തിക വർഷത്തിൽ ഇത് 110 ക്വിൻ്റലായിട്ട് ഉയർന്നുവെങ്കിൽ മുൻ വർഷത്തെ അപേക്ഷിച്ച് 10% ഉൽപ്പാദന വർധനവ് ഉണ്ടായി എന്ന് മനസ്സിലാക്കാം. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ എത്രയാണോ വർധനവ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച്, അതാണ് സാമ്പത്തിക വളർച്ച. ഇത് സാമ്പത്തിക വളർച്ചയെ സൂചിപ്പിക്കുന്നു. സാമ്പത്തിക വളർച്ച ഉണ്ടാകുമ്പോൾ ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള രാജ്യത്തിൻ്റെ ശേഷി വർദ്ധിക്കുന്നു അല്ലേ? സാമ്പത്തിക വളർച്ച ഉയരുന്നതനുസരിച്ച് ജനങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലവും ഉയരും. അപ്പോൾ ജനങ്ങളുടെ ആവശ്യങ്ങൾ കൂടുതൽ നിറവേറ്റാൻ കഴിയും. സോ സാമ്പത്തിക വളർച്ച ഉണ്ടാകുമ്പോൾ ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള രാജ്യത്തിൻ്റെ ശേഷി വർദ്ധിക്കുന്നു. എങ്ങനെയാണ് സാമ്പത്തിക വളർച്ച ഉണ്ടാക്കുന്നത്? അത് ഈ ചാർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. സാമ്പത്തിക വളർച്ച ഉണ്ടാക്കുന്നത് കാർഷിക ഉൽപ്പാദനം കൂടുന്നു, വ്യാവസായിക ഉൽപ്പാദനം കൂടുന്നു, സേവന മേഖല വളരുന്നു. അതായത് 3 മേഖലകളും, പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകൾ വളരണം. അതിലൂടെ ആളുകൾക്ക് വാങ്ങാനുള്ള ശേഷി കൂടുന്നു, വാങ്ങൽ ശേഷി കൂടുന്നു അല്ലേ? പ്രതിഫലം കൂടുന്നതനുസരിച്ച് ആളുകൾക്ക് സാധനങ്ങൾ കുറച്ചുകൂടി വില കൊടുത്ത് വാങ്ങാനുള്ള ശേഷി കൂടുകയാണ്. അപ്പോൾ വാങ്ങൽ ശേഷിയും 3 മേഖലകളും വികസിക്കുക. ഉൽപാദന രംഗത്ത് പുരോഗതി ഉണ്ടാകുന്നതോടെ കൂടുതൽ തൊഴിലവസരങ്ങൾ രാജ്യത്ത് സൃഷ്ടിക്കപ്പെടുമെന്ന് പൊതുവെ കരുതപ്പെടുന്നു. ആ തൊഴിൽ മുഖാന്തരം കൂടുതൽ വരുമാനം തൊഴിലാളികളുടെ വാങ്ങൽ ശേഷി ഉയർത്തുന്നു. തൊഴിലിൽ ഏർപ്പെടുന്നവരുടെ ജീവിത ഗുണനിലവാരം ഇതിലൂടെ മെച്ചപ്പെടാൻ ഇടയാക്കുന്നു. ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ? ഞാൻ അതിലേക്ക് വീണ്ടും പോകുന്നില്ല. ഇനി സാമ്പത്തിക വളർച്ചാ നിരക്ക്. സാമ്പത്തിക വളർച്ചയെക്കുറിച്ച് നാം മനസ്സിലാക്കി. സാമ്പത്തിക വളർച്ച എങ്ങനെ തിട്ടപ്പെടുത്തുന്നുവെന്നും നമുക്ക് നോക്കാം. എങ്ങനെയാണ് സാമ്പത്തിക വളർച്ച, ദേശീയ വരുമാനം തിട്ടപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ അതും കൂടി കാണുക. പല പ്രധാനപ്പെട്ട വിഷയങ്ങളിലും വളരെ വ്യക്തമായിട്ടുള്ള SCRT പാഠഭാഗം മുഴുവനും വായിച്ചു പോകുന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണ് വിൻസ്പയർ പ്രൊവൈഡ് ചെയ്യുന്നത്.
ഇതിനകം തന്നെ ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി, അതേപോലെ കേരള ഹിസ്റ്ററി ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇൻസ്പെയിലൂടെ ലഭിച്ചിട്ടുണ്ട്. ദെൻ ജോഗ്രഫി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 3 ക്ലാസ്സുകൾ കിട്ടിയിട്ടുണ്ട്. സോ ഇതെല്ലാം വളരെ ക്വാളിറ്റിയുള്ള, തികച്ചും സൗജന്യമായിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു സേവനം നിങ്ങൾക്ക് തരുന്ന സമയത്ത് നിങ്ങളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ പരമാവധി ഈ ഒരു ചാനലിനെ പ്രൊമോട്ട് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്യുക. ഇതിൻ്റെ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും കൂട്ടാൻ നിങ്ങളും നമ്മളോട് കൂടെ ഉണ്ടാവുക. ഓക്കെ അല്ലേ? അപ്പോൾ ക്ലാസ് കേൾക്കാത്ത ആളുകൾക്ക് കംപ്ലീറ്റ് പ്ലേലിസ്റ്റിൻ്റെ ലിങ്കുകൾ ഞാൻ കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അത് ഉപയോഗപ്പെടുത്തി നിങ്ങൾക്ക് ക്ലാസ് പൂർണ്ണമായിട്ടും കാണാവുന്നതാണ്. സോ സാമ്പത്തിക വളർച്ച, ദേശീയ വരുമാനത്തിലുണ്ടാകുന്ന വർധനവിനെ അടിസ്ഥാനമാക്കിയാണ് സാമ്പത്തിക വളർച്ച കണക്കാക്കുന്നത്. മുൻ വർഷത്തെ അപേക്ഷിച്ച് നടപ്പ് വർഷം ദേശീയ വരുമാനത്തിൽ ഉണ്ടായ വർധനവിൻ്റെ നിരക്കാണ് സാമ്പത്തിക വളർച്ചാ നിരക്ക്. അപ്പോൾ സാമ്പത്തിക വളർച്ച നിരക്ക് എന്ന് പറയുമ്പോൾ ദേശീയ വരുമാനം കണക്കാക്കും. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ദേശീയ വരുമാനത്തെ അപേക്ഷിച്ച് ഇത്തവണ വർധനവുണ്ടായിട്ടുണ്ടോ, ഉണ്ട് എങ്കിൽ എത്രത്തോളം വർധനവുണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ കുറവാണോ തുടങ്ങിയ കാര്യങ്ങൾ വിലയിരുത്തുന്നതിനാണ് സാമ്പത്തിക വളർച്ചാ നിരക്ക്, അല്ലെങ്കിൽ അതിലൂടെയാണ് സാമ്പത്തിക വളർച്ചാ നിരക്ക് കണ്ടെത്തുന്നത്. സോ ദേശീയ വരുമാനത്തിലൂടെയാണ് സാമ്പത്തിക വളർച്ചാ നിരക്ക് കണ്ടെത്തുന്നത്. ഓക്കെ അല്ലേ? അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞില്ല 10% എന്നുള്ളത് ആ വളർച്ചാ നിരക്കാണ്. ഇനി സാമ്പത്തിക വികസനം എന്ന സങ്കല്പം, എക്കണോമിക് ഡെവലപ്മെൻറ്റ്. സാമ്പത്തിക വളർച്ച ഉണ്ടാകുന്നത് കൊണ്ട് മാത്രം ജനങ്ങളുടെ ജീവിത ഗുണനിലവാരം മെച്ചപ്പെട്ടു എന്ന് അവകാശപ്പെടാൻ കഴിയില്ല. ജീവിത ഗുണനിലവാരം മെച്ചപ്പെടണമെങ്കിൽ ഉയർന്ന ദേശീയ വരുമാനത്തോടൊപ്പം മറ്റനവധി ജീവിത സാഹചര്യങ്ങൾ കൂടി ലഭ്യമാകണം. സോ സാമ്പത്തിക വളർച്ച ഉണ്ടായി എന്നതുകൊണ്ട് മാത്രം ജനങ്ങളുടെ ജീവിത ഗുണനിലവാരം മെച്ചപ്പെടില്ല. അപ്പോൾ ദേശീയ വരുമാനം ഉയരുന്നതിനോടൊപ്പം മറ്റു ചില കാര്യങ്ങൾ കൂടി വർദ്ധിക്കണം. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എല്ലാവർക്കും പോഷകാഹാര ലഭ്യത കിട്ടണം. അങ്ങനെ പറയാനുള്ള കാരണം, ഒരു രാജ്യത്തിൻ്റെ ദേശീയ വരുമാനം ഉയരണമെങ്കിൽ ഏതെങ്കിലും ഒരു 10% അതിസമ്പന്നരുടെ വരുമാനം കൂടിയായാലും ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ദേശീയ വരുമാനം മുൻപന്തിയിൽ നിൽക്കും. ഇന്ത്യ അടക്കമുള്ള പല രാജ്യങ്ങളിലും സംഭവിക്കുന്നത് അതാണ്. സമ്പത്തിൻ്റെ വലിയൊരു ശതമാനവും അതിസമ്പന്നരായ ആളുകളുടെ കയ്യിൽ ഇങ്ങനെ നിൽക്കുകയാണ്. സോ വരുമാനം എടുത്ത് കണക്കൂട്ടുന്ന സമയത്ത് ഒരു 70-80% അവരുടെ കയ്യിലാണ്. അപ്പോൾ രാജ്യത്തിൻ്റെ മൊത്തം വരുമാനം ഉയർന്നാണ് നിൽക്കുന്നത്, പക്ഷേ ആളുകളുടെ ജീവിത ഗുണനിലവാരത്തിൽ വ്യത്യാസം ഉണ്ടാവില്ല. അപ്പോൾ ആളുകളുടെ ജീവിത ഗുണനിലവാരം ഉയരണമെങ്കിൽ ഇനി താഴെ പറയുന്ന ചില മാനദണ്ഡങ്ങൾ കൂടി വേണം. പോഷകാഹാര ലഭ്യത, നല്ല പോഷകാഹാരം എല്ലാവർക്കും കിട്ടണം. മെച്ചപ്പെട്ട ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങൾ ഉണ്ടാകണം. വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഉണ്ടാകണം. ശുദ്ധജല ലഭ്യത ഉണ്ടാകണം. അല്ലേ? നല്ല ആഹാരം, ആരോഗ്യം, വിദ്യാഭ്യാസം, ശുദ്ധജലം, ഇതൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ആണെങ്കിൽ നമുക്ക് പാർപ്പിട സൗകര്യം, മെച്ചപ്പെട്ട ജോലി എന്നുള്ള രീതിയൊക്കെ നമുക്കവിടെ എഴുതി കൊടുക്കാം. അപ്പം ഇത്തരത്തിൽ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ എല്ലാവർക്കും ലഭ്യമാകുമ്പോഴാണ് ഒരു രാജ്യത്തെ ജനങ്ങളുടെ ജീവിത ഗുണനിലവാരം ഉയരുന്നത്. സാമ്പത്തിക വളർച്ചയ്ക്കൊപ്പം ജീവിത ഗുണനിലവാരം ഉയരുമ്പോഴാണ് സാമ്പത്തിക വികസനം ഉണ്ടാകുന്നത്. രാജ്യം സാമ്പത്തിക വളർച്ച നേടുകയും രാജ്യത്തെ എല്ലാവർക്കും അതിൻ്റെ ഗുണഫലം അനുഭവിക്കാൻ കഴിയുകയും ചെയ്യുമ്പോഴാണ് ആ രാജ്യം സാമ്പത്തിക വികസനം കൈവരിച്ചു എന്ന് പറയുക. ചുരുക്കം പറഞ്ഞാൽ സാമ്പത്തിക വികസനം എന്ന് പറയുന്നത് സാമ്പത്തിക വളർച്ചയും ജീവിത ഗുണനിലവാരത്തിലെ ഉയർച്ചയും ചേർന്നതാണ്. അപ്പോൾ സാമ്പത്തിക വികസനം എന്ന് പറയുമ്പോൾ സാമ്പത്തിക വളർച്ചയോടൊപ്പം ജീവിത ഗുണനിലവാരം കൂടി ഉയരണം. സാമ്പത്തിക വളർച്ച, അല്ലേ? വളർച്ച, വികസനം അല്ല, വളർച്ച എന്ന് പറയുമ്പോൾ അവിടെ നമ്മുടെ ഉൽപ്പാദനത്തിലും സേവനത്തിലും വർധനവുണ്ടായാൽ മതി. ജീവിത ഗുണനിലവാരം നമ്മളവിടെ പരിഗണിക്കില്ല. അപ്പോൾ സാമ്പത്തിക വികസനമാണ് പ്രധാനം, അല്ലേ? സാമ്പത്തിക വളർച്ച എന്നതിലുപരി സാമ്പത്തിക വികസനമാണ് പ്രധാനം. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ കുറേ പോയിന്റുകൾ തന്നിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് സാമ്പത്തിക വികസനം, സാമ്പത്തിക വളർച്ച ഏതെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാനാണ്. നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് പിടികിട്ടിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമുക്കൊന്ന് വായിച്ചു നോക്കാം. ദേശീയ വരുമാനം വർദ്ധിച്ചു, അപ്പോൾ സാമ്പത്തിക വളർച്ചയുണ്ടായി. ഗോതമ്പ് ഉൽപ്പാദനം 150 കോടി ടൺ ആയി ഉയർന്നു. അപ്പോൾ ഉൽപ്പാദനം ഉയർന്നിട്ടേ ഉള്ളൂ, അപ്പോൾ അത് സാമ്പത്തിക വളർച്ചയാണ്. ദേശീയപാതകൾ 4 വരിയാക്കി വികസിപ്പിച്ചു. അപ്പോൾ ആളുകളുടെ മെച്ചപ്പെട്ട
സൗകര്യങ്ങളിൽപ്പെട്ടതാണ് അല്ലേ. അപ്പോൾ ജീവിത നിലവാരം ഉയരുന്നതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സോ ഇത് വളർച്ചയാണ് കേട്ടോ, വളർച്ച, ഡെവലപ്മെൻ്റ് ആണ്. ദെൻ തൊഴിലാളികൾക്ക് വിദഗ്ധ പരിശീലനം, അപ്പോൾ ഡെവലപ്മെൻ്റ് ആണ് അല്ലേ, ഡെവലപ്മെൻ്റ് ആണ്. ആരോഗ്യ മേഖലയിൽ അത്യാധുനിക സൗകര്യങ്ങൾ ഏർപ്പെടുത്തി, അപ്പോൾ ആരോഗ്യ മേഖല ഡെവലപ്മെൻ്റ് ആണ്, ഡെവലപ്മെൻറ്റ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെട്ടു, ഡെവലപ്മെൻ്റ് ആണ്. മനസ്സിലായല്ലോ. ദെൻ വികസന സൂചികകൾ. ലോകരാജ്യങ്ങളെ വികസിത രാജ്യങ്ങളെന്നും വികസ്വര രാജ്യങ്ങളെന്നും തരംതിരിക്കാറുണ്ട്. എന്തടിസ്ഥാനത്തിലാണ് ഈ തരംതിരിവ് നടത്തുന്നത്? ഒരു രാജ്യം വികസിച്ചു എന്ന് എങ്ങനെയാണ് കണക്കാക്കുന്നത്? സാമ്പത്തിക വികസനം കണക്കാക്കാനും വിലയിരുത്താനും പൊതുവെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ചില സൂചികകളുണ്ട്. ഇപ്പോൾ വികസനം നടന്നിട്ടുണ്ട് എന്ന് തീരുമാനിക്കാനുള്ള കുറച്ച് സൂചികകളുണ്ട്, ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവകളുടെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ വികസനം നടന്നിട്ടുണ്ടോ എന്ന് നോക്കുക. സോ വികസന സൂചികകളിൽ പെട്ടതാണ് പ്രതിശീർഷ വരുമാനം. പ്രതിശീർഷ വരുമാനം നമ്മൾ പഠിച്ചു, ദേശീയ വരുമാനം ബൈ ജനസംഖ്യ, പ്രതിശീർഷ വരുമാനം. കഴിഞ്ഞ ക്ലാസ്സിൽ അത് പറഞ്ഞിട്ടുണ്ട്, കാണാത്തവർ കാണുക. ദെൻ ഭൗതിക ജീവിത ഗുണനിലവാര സൂചിക, അതിനെക്കുറിച്ച് നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞിട്ടുള്ളൂ. ദെൻ മാനവ വികസന സൂചിക, മാനവ സന്തോഷ സൂചിക. അപ്പോൾ 4 സൂചികകൾ പഠിച്ചു വെക്കുക. പ്രതിശീർഷ വരുമാനം, ഭൗതിക ജീവിത ഗുണനിലവാര സൂചിക, മാനവ വികസന സൂചിക, മാനവ സന്തോഷ സൂചിക. ദെൻ പ്രതിശീർഷ വരുമാനം എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ പഠിച്ചതാണ്, ഓൾറെഡി പഠിച്ചതാണ്, പഠിച്ച ആളുകൾക്ക് നല്ല ഈസി ആയിരിക്കും. വികസന സൂചികകളിൽ ഏറ്റവും ലളിതവും ആദ്യകാലത്ത് മുൻഗണന നൽകി പരിഗണിച്ചിരുന്നതും പ്രതിശീർഷ വരുമാനമാണ്. ഇതൊരു പരമ്പരാഗത വികസന സൂചികയാണ്. അപ്പോൾ നാളുകളായിട്ട് നമ്മൾ ഉപയോഗിച്ച് വരുന്നൊരു സൂചികയാണ്. ദേശീയ വരുമാനത്തെ ജനസംഖ്യ കൊണ്ട് ഹരിച്ച് കിട്ടുന്ന സംഖ്യയാണ് പ്രതിശീർഷ വരുമാനം. അപ്പോൾ നമ്മുടെ മൊത്തം ദേശീയ വരുമാനം എടുക്കുന്നു, മൊത്തം ജനസംഖ്യ എടുക്കുന്നു, അതുകൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന തുകയാണ് പ്രതിശീർഷ വരുമാനം എന്ന് പറയുന്നത്. ഈ സൂചിക അനുസരിച്ച് ഒരു രാജ്യം സാമ്പത്തിക വികസനം നേടിയോ എന്ന് കണ്ടെത്തുന്നതിന് 2 കാര്യങ്ങളാണ് നിരീക്ഷിക്കേണ്ടത്. ദേശീയ വരുമാനത്തിൻ്റെ വളർച്ച എത്രമാത്രമുണ്ട്, ജനസംഖ്യയുടെ വളർച്ച എത്രമാത്രമുണ്ട്. അപ്പോൾ ഇത് 2 നോക്കിയിട്ടാണ് സാമ്പത്തിക വികസനം നടന്നിട്ടുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ജനസംഖ്യാ അനുപാതത്തിൽ ദേശീയ വരുമാനം ഉയർന്നിട്ടുണ്ടോ എന്ന് നോക്കുക അല്ലെ. ജനസംഖ്യയിൽ വലിയ വർധന, ഒരു 20-30% വർധനവും ദേശീയ വരുമാനത്തിൽ ഒരു 5% വർധനവാണ് എങ്കിൽ അവിടെ നമുക്ക് വികസനം ഉണ്ടായെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ജനസംഖ്യാ അടിസ്ഥാനത്തിലുള്ള ദേശീയ വരുമാനം അവിടെ വന്നിട്ടില്ല. അപ്പോൾ ദേശീയ വരുമാനത്തിൻ്റെ വളർച്ചാ നിരക്കും ജനസംഖ്യാ വളർച്ചാ നിരക്കും ഇവിടെ പരിഗണിക്കുന്നു. ദേശീയ വരുമാനത്തിൻ്റെ വളർച്ചാ നിരക്ക് ജനസംഖ്യാ വളർച്ചാ നിരക്കിനേക്കാൾ കൂടിയിരുന്നാൽ മാത്രമേ പ്രതിശീർഷ വരുമാനം കൂടുകയുള്ളൂ. അപ്പോൾ ദേശീയ വരുമാനം കൂടി നിൽക്കണം, അത് ഓർത്തിരുന്നാൽ മതി. ദേശീയ വരുമാനം കൂടുകയും ജനസംഖ്യാ വളർച്ചാ നിരക്ക് ദേശീയ വരുമാനത്തെക്കാൾ കുറഞ്ഞു നിൽക്കുകയും ചെയ്യണം അല്ലേ. അപ്പോൾ വരുമാനം കൂടുക അല്ലേ, വരുമാനം കൂടുമ്പോഴാണ് ഓരോ ആളുകൾക്കും കുറച്ച് കൂടുതൽ ഷെയർ കിട്ടുക അല്ലേ. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ 10 ആളുകളുണ്ട്, വീട്ടിൽ 1000 രൂപ വരുമാനം ഉണ്ടെന്ന് വെക്കുക. അപ്പോൾ എല്ലാവർക്കും എത്ര രൂപ വീതം കിട്ടും? 100 രൂപ അല്ലേ, 100 രൂപ വീതം കിട്ടും. ഇനി ഇതേ 10 ആളുകൾ തന്നെ ഉണ്ടായിരിക്കുകയും വരുമാനം ഒരു 2000 ആയി മാറുകയും ചെയ്താൽ ആളുകൾക്ക് കിട്ടുന്ന ഓഹരി കൂടില്ലേ. നേരെ മറിച്ച് ജനസംഖ്യ, വീട്ടിലെ ആളുകളുടെ എണ്ണം 20ഉം ദേശീയ വരുമാനം 2000ഉമായി. എന്നാൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുമോ കിട്ടുന്ന ഷെയറിൽ? ഉണ്ടാവില്ല. സോ ദേശീയ വരുമാനം എപ്പോഴും ജനസംഖ്യയേക്കാൾ കൂടി നിൽക്കണം. പ്രതിശീർഷ വരുമാനത്തിലെ വർധനവ് വികസനത്തിൻ്റെ ഒരു സൂചികയാണ്. അപ്പോൾ ഈ പ്രതിശീർഷ വരുമാനം വർദ്ധിക്കണമെങ്കിൽ ജനസംഖ്യയേക്കാൾ കൂടുതൽ ദേശീയ വരുമാനത്തിൻ്റെ വളർച്ച ഉണ്ടാകണം. ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയെ മുൻ വർഷങ്ങളുടേതുമായി താരതമ്യം ചെയ്യുന്നതിനും വിവിധ രാജ്യങ്ങളുടെ സാമ്പത്തിക വളർച്ച താരതമ്യം ചെയ്യുന്നതിനും പ്രതിശീർഷ വരുമാനം പ്രയോജനപ്പെടുത്തുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ മുൻവർഷങ്ങളുമായിട്ട് താരതമ്യം ചെയ്യാൻ, അതുപോലെ മറ്റ് രാജ്യങ്ങളുമായിട്ട് സാമ്പത്തിക വളർച്ച താരതമ്യം ചെയ്യാനൊക്കെ പ്രതിശീർഷ വരുമാനം പ്രയോജനപ്പെടും. ഒരു വികസന സൂചിക എന്ന നിലയിൽ പ്രതിശീർഷ വരുമാനത്തിന് നിരവധി പോരായ്മകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ പോരായ്മകൾ കൂടി പഠിക്കുക. അപ്പോൾ നമ്മൾ അത് എന്താണെന്ന് പഠിച്ചു, എങ്ങനെ കണ്ടെത്താമെന്ന് പഠിച്ചു, അത് എങ്ങനെ ആയിരിക്കണമെന്ന് പഠിച്ചു, അതുകൊണ്ടുള്ള ഉപയോഗം പഠിച്ചു. ഇനി അതിൻ്റെ പരിമിതിയിലേക്ക് വരാം. പ്രതിശീർഷ വരുമാനം ഒരു ശരാശരി വരുമാനമാണ് അല്ലെ, ഇതൊരു ശരാശരിയാണ്, കൃത്യമായിരിക്കണമെന്നില്ല. കാരണം ഒരു രാജ്യത്തിൻ്റെ ആളോഹരി വരുമാനം 40,000 രൂപയാണെന്ന് കരുതുക. ഇതിനർത്ഥം ആ രാജ്യത്തെ ഓരോ വ്യക്തിയുടെയും കൈവശം ഇത്രയും വരുമാനം ലഭിക്കുന്നു എന്നല്ല.
കോടികൾ വരുമാനമുള്ളവരും വരുമാനം തീരെ കുറഞ്ഞവരും ഈ കണക്കിൽ ഉൾപ്പെടും. അതിനാൽ ഇത് സംഖ്യാപരമായ കണക്കുകൂട്ടൽ മാത്രമാണ്. അപ്പോൾ സംഖ്യയിൽ മാത്രമേ അതുണ്ടാവൂ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കോടീശ്വരന്മാരാണെങ്കിൽ ഈ 40,000 എന്ന് പറയുന്ന തുകയുടെ ഭാഗമൊക്കെ അവരുടെ അടുക്കലാണ് പോവുക. സാധാരണക്കാർക്ക് ചിലപ്പോൾ ഒരു 10,000, ഒരു 5,000 ആയിരിക്കും ഉണ്ടാവുക. നേരെ മറിച്ച് സമ്പന്നരാകുന്ന സമയത്ത് അവർക്ക് 4 ലക്ഷം 10 ലക്ഷമൊക്കെ ആയിരിക്കും അവരുടെ വിഹിതം വരിക. അപ്പോൾ ഇത് നമ്മൾ കണക്ക് ചെയ്ത് നോക്കുമ്പോൾ കിട്ടുന്ന സംഖ്യയാണ്. അതാ പറഞ്ഞത്, ഇതൊരു സംഖ്യാപരമായിട്ടുള്ള കണക്കൂട്ടൽ മാത്രമാണ്. കണക്ക് കൂട്ടുമ്പോൾ എത്രയാണ് വരുന്നത്, യഥാർത്ഥത്തിൽ അങ്ങനെ ആയിരിക്കില്ല. അത് ഉറപ്പാണ്, യഥാർത്ഥത്തിൽ അങ്ങനെ ആയിരിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. സോ ഇതൊരു ശരാശരി വരുമാനമാണ് എന്നതാണ് ഒരു പോരായ്മ. ദെൻ പ്രതിശീർഷ വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക വികസനം കണക്കാക്കുമ്പോൾ ദരിദ്ര സമ്പന്ന വിഭാഗങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ജീവിത ഗുണമേന്മ കൈവരിച്ചു എന്ന് അവകാശപ്പെടാൻ കഴിയില്ല. അപ്പോൾ ഇവിടെ ദരിദ്ര സമ്പന്ന വിഭാഗങ്ങൾ ഉണ്ട് എങ്കിൽ കുറേ ആളുകൾ ദരിദ്രരാണ്, കുറേ ആളുകൾ സമ്പന്നരാണ്. സോ അവിടെ ജീവിത ഗുണമേന്മ ഉണ്ടായിട്ടില്ല. കാരണം എല്ലാവരും ഉയർന്നു വരണം. ദരിദ്രരുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം അവരുടെ ജീവിത ഗുണനിലവാരം മെച്ചപ്പെട്ടിട്ടില്ല എന്നാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് എന്തായാലും ദരിദ്രരും സമ്പന്നരും ഉണ്ട് അല്ലേ. സോ അത് അർത്ഥമാക്കുന്നത് ഇവിടുത്തെ ജീവിത ഗുണമേന്മ ഉണ്ടായിട്ടില്ല. ഇനി ജീവിത ഗുണമേന്മ വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളായ വിദ്യാഭ്യാസം, പോഷകാഹാര ലഭ്യത, ആരോഗ്യ സംരക്ഷണം തുടങ്ങിയവ പ്രതിശീർഷ വരുമാനം എന്ന വികസന സൂചികയുടെ പരിധിയിൽ ഉൾപ്പെടുത്തുന്നില്ല. അപ്പോൾ വിദ്യാഭ്യാസം, പോഷകാഹാര ലഭ്യത, ആരോഗ്യ സംരക്ഷണം ഇതൊന്നും പ്രതിശീർഷ വരുമാനത്തിൽ എന്ത് ചെയ്യുന്നില്ല, പരിഗണിക്കുന്നില്ല. ഇവിടെ വരുമാനം എത്രത്തോളം ഓരോ വ്യക്തിക്കും ലഭിക്കും എന്നുള്ളത് മാത്രമേ നോക്കുന്നുള്ളൂ. അതും ഒരു പോരായ്മയാണ്. സമ്പത്തിൻ്റെ വളർച്ചയ്ക്കപ്പുറം അതിൻ്റെ തുല്യമായ വിതരണവും അതുവഴി ഉണ്ടാകുന്ന സാമൂഹിക ക്ഷേമവും ഈ വികസന സൂചിക പരിഗണിക്കുന്നില്ല. അപ്പോൾ ഇവിടെ സാമ്പത്തിക വളർച്ച മാത്രമേ നോക്കുന്നുള്ളൂ. നേരെ മറിച്ച് അത് എത്രത്തോളം ആ സമ്പത്ത് ആളുകളുടെ ഇടയിൽ വിതരണം ചെയ്യുന്നുണ്ട്, എത്ര സാമൂഹിക ക്ഷേമം ഉണ്ടെന്നൊന്നും അവിടെ പറയുന്നില്ല. അപ്പോൾ കറക്റ്റ് 4 പോയിന്റുകൾ പറഞ്ഞു. ആദ്യം നമ്മൾ പറഞ്ഞു ഇത് ശരാശരി വരുമാനം മാത്രമാണ്, സംഖ്യാപരം മാത്രമാണ്, യഥാർത്ഥത്തിൽ അങ്ങനെ ആയിരിക്കില്ല, അതൊരു പോരായ്മ. മറ്റൊന്ന് ദരിദ്ര സമ്പന്ന വിഭാഗങ്ങൾ നിലനിൽക്കെ ഇവിടെ ജീവിത ഗുണമേന്മ കൈവരിച്ചു എന്ന് പറയാൻ കഴിയില്ല, രണ്ടാമത്തെ പോരായ്മ. മൂന്നാമത്തെ പോരായ്മ, ഇവിടെ കണക്ക് കൂട്ടുന്ന സമയത്ത് വിദ്യാഭ്യാസം, പോഷകാഹാര ലഭ്യത, ആരോഗ്യ സംരക്ഷണം തുടങ്ങിയ കാര്യങ്ങളൊന്നും പരിഗണിക്കുന്നില്ല. ദെൻ നാലാമത് പറഞ്ഞു ഇവിടെ സാമ്പത്തിക വളർച്ച മാത്രമേ നോക്കുന്നുള്ളൂ. ആളുകൾക്കിടയിൽ സാമ്പത്തിക വിതരണം സമത്വമായിട്ട് നടക്കുന്നുണ്ടോ എന്നൊന്നും ഇവിടെ നോക്കുന്നില്ല, സാമൂഹികക്ഷേമം നോക്കുന്നില്ല. ഓക്കെ അല്ലേ? ഇനി വികസന സൂചികകളിൽ രണ്ടാമത്തതാണ് ഭൗതിക ജീവിത ഗുണനിലവാര സൂചിക. ഭൗതിക ജീവിത ഗുണനിലവാര സൂചിക ഒരു വികസന സൂചിക എന്ന നിലയിൽ പ്രതിശീർഷ വരുമാനത്തെക്കാൾ കുറച്ചുകൂടി ശാസ്ത്രീയമായ ഒരു സൂചികയുടെ അനിവാര്യത ഉയർന്നു വന്നു. തൽഫലമായി 1979 ഭൗതിക ജീവിത ഗുണനിലവാര സൂചിക പ്രയോഗത്തിൽ വന്നു. അപ്പോൾ കുറച്ചുകൂടി ശാസ്ത്രീയമാണ്, മുൻ കഴിഞ്ഞതിനേക്കാൾ കുറച്ചുകൂടി ശാസ്ത്രീയമാണ്. 1979 ഭൗതിക ജീവിത ഗുണനിലവാര സൂചിക നിലവിൽ വരുന്നത്. ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ്, PQLI. പ്രതിശീർഷ വരുമാനം എന്ന ഒറ്റ മാനദണ്ഡത്തിന് പകരം ഭൗതിക ജീവിത ഗുണനിലവാര സൂചിക മറ്റു 3 ഘടകങ്ങളെ അടിസ്ഥാനമായി പരിഗണിച്ചു. അവയെ താഴെ പറയുന്നതാണ്. അപ്പോൾ ഇവിടെ പ്രതിശീർഷ വരുമാനം കേവലം ഒരു വരുമാനത്തിൽ ഊന്നിയാ നിന്നത്. എന്നാൽ ഇവിടെ 3 മാനദണ്ഡങ്ങളാണ് ഭൗതിക ജീവിത ഗുണനിലവാര സൂചിക പരിഗണിച്ചത്. ആ 3 മാനദണ്ഡങ്ങൾ പഠിച്ചു വെക്കുക. പ്രതീക്ഷിത ആയുർദൈർഘ്യം, എത്ര വർഷം വരെ ഒരാൾ ജീവിക്കുന്നു. ശിശുമരണ നിരക്ക്, അല്ലേ, കുട്ടിക്കാലത്തുണ്ടാകുന്ന മരണത്തിൻ്റെ നിരക്ക്. അടിസ്ഥാന സാക്ഷരത. അപ്പോൾ ആയുർദൈർഘ്യം, ശിശുമരണ നിരക്ക്, അടിസ്ഥാന സാക്ഷരത. കേട്ടോ, പ്രതീക്ഷിത, എക്സ്പെക്റ്റഡ് ആണ്. ഏകദേശം എത്ര നാള് ആ ഒരു വ്യക്തി ജീവിക്കും. അപ്പോൾ പ്രതീക്ഷിത ആയുർദൈർഘ്യം, ശിശുമരണ നിരക്ക്, അടിസ്ഥാന സാക്ഷരത. ഭൗതിക ജീവിത ഗുണനിലവാര സൂചിക സാമ്പത്തിക വികസനത്തെ വ്യത്യസ്തമായൊരു കാഴ്ചപ്പാടിലാണ് നോക്കിക്കാണുന്നത്. ഉദാഹരണത്തിന്, ചികിത്സാ സൗകര്യം വർദ്ധിക്കുമ്പോൾ ജീവിത നിലവാരവും സാമ്പത്തിക വികസനവും ഉണ്ടാകുന്നു. അപ്പോൾ ഭൗതിക ജീവിത ഗുണനിലവാര സൂചിക വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഗുണാത്മകമായിട്ടുള്ള രീതിയിലാണ് കാണുന്നത്. അവിടെ നോക്കി, ചികിത്സാ സൗകര്യം വർദ്ധിക്കുന്ന സമയത്ത് ജീവിത നിലവാരവും സാമ്പത്തിക വികസനവും ഉണ്ടാകുന്നു, അല്ലേ. നല്ല ചികിത്സാ സൗകര്യം ഉണ്ടെങ്കിൽ അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭേദപ്പെടുത്താൻ കഴിയും. അതിലൂടെ നമുക്കുള്ള മാനവ വിഭവശേഷിയെ ഒരുപാട് നാളത്തേക്ക് പിടിച്ചു നിർത്താനൊക്കെ കഴിയും. ദെൻ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ വരുമ്പോൾ വിദ്യാഭ്യാസ നിലവാരം
നിലവാരവും ജീവിത ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നു. അപ്പോൾ ചികിത്സാ സൗകര്യവും വിദ്യാഭ്യാസ സൗകര്യങ്ങളൊക്കെ വളരെ പ്രധാനമായിട്ടാണ് ഇവിടെ കാണുന്നത്. പ്രതിശീർഷ വരുമാനത്തെക്കാൾ മികച്ച വികസന സൂചികയാണ് ഭൗതിക ജീവിത ഗുണനിലവാര സൂചികയെങ്കിലും പ്രതിശീർഷ വരുമാനത്തെ അവഗണിക്കുന്നു എന്നതാണ് അതിൻ്റെ പ്രധാന പരിമിതി. അപ്പോൾ ഇവിടെ പ്രതിശീർഷ വരുമാനത്തിന് വലിയ പ്രാധാന്യം നൽകിയില്ല, പ്രതിശീർഷ വരുമാനത്തിന് വലിയ പ്രാധാന്യം നൽകിയില്ല എന്നുള്ളത് ഇതിൻ്റെ വലിയൊരു പോരായ്മയാണ്. ഓക്കെ അല്ലേ? ദെൻ മൂന്നാമത്തെ വികസന സൂചിക, നമ്മൾ വികസന സൂചികയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടെണ്ണം നമ്മൾ പറഞ്ഞു, പ്രതിശീർഷ വരുമാനം, ദെൻ ഭൗതിക ഗുണനിലവാര സൂചിക. ഇനി മൂന്നാമത്തത് മാനവ വികസന സൂചിക, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്. ഇതൊക്കെ നമ്മൾ ഇനി വരും, ഈ ടേമൊക്കെ ഇനി വരുമ്പോൾ ഞാൻ അവിടെ വീണ്ടും വിശദീകരിക്കില്ല, ഇപ്പോഴേ പഠിച്ചു വെക്കുക. മാനവ വികസനം മാനദണ്ഡമാക്കിയുള്ള സാമ്പത്തിക വികസനമാണിത്. അപ്പോൾ മനുഷ്യരുടെ മാനവ വികസനം മാനദണ്ഡമാക്കിയുള്ള സാമ്പത്തിക വികസനമാണിത്. ഐക്യരാഷ്ട്ര വികസന സമിതി അഥവാ യുണൈറ്റഡ് നേഷൻ ഡെവലപ്മെന്റൽ പ്രോഗ്രാം മാനവ വികസനം എന്ന ആശയത്തെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്. അപ്പോൾ എന്താണ് മാനവ വിഭവം എന്ന് ചോദിച്ചാൽ, മാനവ വിഭവശേഷി മെച്ചപ്പെടുത്തുന്നതിന് ജനങ്ങൾക്ക് ലഭിക്കുന്ന അവസരങ്ങൾ വിപുലപ്പെടുത്തുന്ന പ്രക്രിയയാണ് മാനവ വികസനം. അപ്പോൾ ഒരു മനുഷ്യന് കിട്ടേണ്ട റിസോഴ്സ്, വിഭവങ്ങളെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രക്രിയയാണ് മാനവ വികസനം. അപ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങൾ അത് മെച്ചപ്പെടുത്തുന്ന ഒരു പ്രക്രിയയാണ് മാനവ വികസനം എന്ന് പറയുന്നത്. അപ്പോൾ വിദ്യാഭ്യാസം, ആരോഗ്യമൊക്കെ ഇതിനകത്ത് വരും. അപ്പോൾ മാനവ വികസനം സാധ്യമാക്കുന്ന നിരവധി ഘടകങ്ങളുണ്ട്. നല്ല മെച്ചപ്പെട്ട വിദ്യാഭ്യാസം, ആരോഗ്യം, പരിശീലനം, ഇതൊക്കെ മാനവ വികസനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മേൽ പറഞ്ഞവയെല്ലാം മാനവ വികസനത്തിന് നയിക്കുന്നവയാണ്. ഇനി നാം അറിയേണ്ടത്, ഇത്തരത്തിൽ മാനവ വികസനം ഉണ്ടായാൽ അത് സാമ്പത്തിക വികസനത്തെ എങ്ങനെ സഹായിക്കുമെന്നാണ്. അല്ലേ? മാനവ വികസനമാകുമ്പോൾ മനുഷ്യരിലുണ്ടാകുന്ന വികസനമാണ്. മാനവ വികസനത്തിൽ എങ്ങനെ സഹായിക്കും എന്ന് നമുക്ക് നോക്കാം. നല്ല വിദ്യാഭ്യാസം കിട്ടുകയാണെങ്കിൽ കൂടുതൽ പേര് വിദ്യാഭ്യാസം നേടും. അങ്ങനെ കൂടുതൽ പേർക്ക് വിദ്യാഭ്യാസം കിട്ടിക്കഴിഞ്ഞാൽ കൂടുതൽ ജോലി സാധ്യതയുണ്ടാകും. ജോലി കൂടുമ്പോൾ വരുമാനവും വാങ്ങാനുള്ള കഴിവും കൂടും. അങ്ങനെ മെച്ചപ്പെട്ട ജീവിത സാഹചര്യത്തിലേക്ക് വരും. അല്ലേ? നല്ല വിദ്യാഭ്യാസം കിട്ടുന്നു, കൂടുതൽ പേര് വിദ്യാഭ്യാസമുള്ള ആളുകളാകുന്നു, അവർക്ക് ജോലി സാധ്യത കൂടുന്നു, ശമ്പളം കൂടുന്നു, അതനുസരിച്ച് വാങ്ങാനുള്ള ശേഷി കൂടുന്നു. സോ ജീവിത നിലവാരം മെച്ചപ്പെടുന്നു. ഓക്കെ അല്ലേ? ഇതേപോലെ ഹോസ്പിറ്റലിൻ്റെയും നമുക്ക് പറയാം, അല്ലേ? ഹോസ്പിറ്റലിൻ്റെയും പറയാം. മികച്ച ആരോഗ്യ സംവിധാനങ്ങൾ വരുന്നു, എല്ലാവരും ആരോഗ്യവാന്മാരാകുന്നു. അപ്പോൾ കൂടുതൽ പേർക്ക് ജോലി ചെയ്യാൻ കഴിയുന്നു. സോ കൂടുതൽ വരുമാനം ലഭിക്കുന്നു, വാങ്ങൽ ശേഷി വർദ്ധിക്കുന്നു. ഈ രീതിയിൽ നമുക്ക് പറയാൻ കഴിയും, അല്ലേ? ദെൻ ഇവിടെ വരുന്ന പ്രധാനപ്പെട്ട മറ്റു ഘടകങ്ങളാണ് പ്രതിശീർഷ വരുമാനം, സാക്ഷരതയും. മാനവ വികസന സൂചിക തയ്യാറാക്കുന്നത് 3 പ്രധാന ഘടകങ്ങൾ അടിസ്ഥാനമാക്കിയാണ്. അപ്പോൾ ഇവിടെയും 3 പ്രധാന ഘടകങ്ങളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ഭൗതിക ഗുണനിലവാര സൂചികയിലും 3 ഘടകങ്ങളുണ്ടായിരുന്നു, അല്ലേ? അവിടുത്തെ 3 ഘടകങ്ങൾ ഏതൊക്കെയായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ? അവിടെ ആയുസ്, മരണം, സാക്ഷരത, അങ്ങനെ ചുരുക്കി പഠിക്കുക. ആയുസ്, മരണം, സാക്ഷരത, ആയുസ്, മരണം, സാക്ഷരത. അപ്പോൾ ഈ ഭൗതിക ലോകത്ത് നമ്മൾ ജനിക്കുന്നു, മരിക്കുന്നു, എന്തൊക്കെയോ പഠിക്കുന്നു. ആ രീതിയിൽ ഓർത്തിരിക്കുക. ഇവിടെയും 3 എണ്ണം ഉണ്ട്. ഇവിടെ നമ്മൾ പ്രതിശീർഷ വരുമാനത്തെ പരിഗണിക്കുന്നു. വ്യത്യാസം നോക്കുക. ഭൗതിക ഗുണമേന്മയിൽ അല്ലെങ്കിൽ ഭൗതിക ഗുണനിലവാര വികസന സൂചികയിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? പ്രതിശീർഷ വരുമാനത്തെ പരിഗണിക്കുന്നില്ല. ഇവിടെ പ്രതിശീർഷ വരുമാനത്തെ പരിഗണിക്കുന്നുണ്ട്. ദെൻ സാക്ഷരതയും മൊത്ത സ്കൂൾ പ്രവേശന നിരക്കും. അപ്പോൾ എത്രമാത്രം സാക്ഷരതയുണ്ട്, സ്കൂളിൽ എത്രത്തോളം കുട്ടികൾക്ക് പ്രവേശനം കിട്ടിയിട്ടുണ്ട്. ദെൻ ആയുർദൈർഘ്യം, ഒരു മനുഷ്യൻ്റെ ശരാശരി ആയുർദൈർഘ്യം എത്രയാണ്? ഇതൊക്കെയാണ് ഇവിടെ പരിഗണിക്കുക. മാനവ വികസന സൂചികയുടെ മൂല്യം 0-നും 1-നും ഇടയിലാണ്. അപ്പോൾ മാനവ വികസന സൂചിക എന്ന് പറയുന്നത് 0 മുതൽ 1 വരെയുള്ള സംഖ്യകൾക്കിടയിലാണ്. അത് 0, 0, 0.1, 0.2, 0.3 അങ്ങനെ 1 വരെയൊക്കെ എത്തും. 0 ഒട്ടും വികസനമില്ലായ്മയെ സൂചിപ്പിക്കുമ്പോൾ, അപ്പോൾ ഒട്ടും വികസനമില്ലാത്തത് 0 കൊണ്ട് നമ്മൾ സൂചിപ്പിക്കും. ഏറ്റവും ഉയർന്നത് 1 ആണ്. അപ്പോൾ മാനവ വികസന സൂചികയുടെ മൂല്യം 0 മുതൽ 1 വരെയാണ്. 0 ഏറ്റവും താഴെ, ഏറ്റവും ടോപ്പ് 1 ആണ്.
സൂചികയുടെ മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലോകരാഷ്ട്രങ്ങളെ 4 വിഭാഗങ്ങളായിട്ട് തിരിക്കാറുണ്ട്. അപ്പോൾ ഉയർന്നത്, താഴ്ന്നത്, ഇടത്തരം, വളരെ ഉയർന്നത് എന്ന നിലയിൽ 4ആയിട്ടാണ് നമ്മൾ ലോകരാജ്യങ്ങളെ ഈ സൂചികയുടെ അടിസ്ഥാനത്തിൽ തരംതിരിക്കുന്നത്. അപ്പോൾ 0.8 മുതൽ 1 വരെ ഏറ്റവും ടോപ്പാണ് വളരെ ഉയർന്ന മാനവ വികസനം. ദെൻ 0.7 മുതൽ 0.7 മുതൽ 0.799 അഥവാ 0.8 തൊട്ട് അടുത്ത് വരെ അവിടെ ഉയർന്ന മാനവ വികസനം. അപ്പോൾ അത് ഉയർന്നതാണ്, വളരെ ഉയർന്നത് അതിൻ്റെ മുകളിലാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ പഠിച്ചു വെച്ചാലും മതി. 0.8 മുതൽ 1 വരെ വളരെ ഉയർന്നത്, 0.7 മുതൽ 0.7 മുതൽ 0.8. 0.8 എന്ന് പറയുമ്പോൾ 0.8 ഇതിനകത്ത് ഉൾപ്പെടില്ല, 8 ഇതിനകത്ത് ഉൾപ്പെടില്ല. പകരം 0.799 പഠിക്കാനുള്ള എളുപ്പത്തിൽ ഞാൻ പറയുന്നത്, എളുപ്പത്തിന് വേണ്ടിയാണ് ഞാനത് പറയുന്നത്. ദെൻ അടുത്തത് വരുന്നത് 0.5, കാരണം ഇത് 5 പൂർണ്ണമായിട്ടില്ല. 5.0 മുതൽ 0.7 വരെ അഥവാ 0.699 വരെ. പിന്നെ 0.55 താഴെ. കേട്ടോ, ഇത് പഠിച്ചു വെക്കുക, നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക, പഠിക്കാൻ എളുപ്പമാണ്. അപ്പോൾ 0.550 താഴ്ന്ന നിലവാരമാണ്. മധ്യ നിലവാരത്തിൽ വരുന്നത് ഒരു 0.550 മുതൽ 699 വരെ. ദെൻ 7 to 8 ഉയർന്ന മാനവ വികസനം. 8 to 10 നമുക്ക് അങ്ങനെ പഠിച്ചു വയ്ക്കാം. കേട്ടോ, ഒരു 10 0 മുതൽ 1 വരെയാണെന്നുള്ളൊരു ധാരണ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കുക. എന്നിട്ട് നമുക്ക് ഇതിനെ റൗണ്ട് ചെയ്ത് പഠിക്കാം. ഏറ്റവും താഴെ വരുന്നത് 5.5 അല്ലേ, 5.5. ദെൻ 5 to 6, 7. ദെൻ 7 to 8, 8 to 10 അങ്ങനെ പഠിച്ചു വയ്ക്കുക. 5.5 താഴ്ന്ന മാനവ വികസനം. ഇത് പഠിക്കാനുള്ള എളുപ്പത്തിനാണ് കേട്ടോ, അവിടെ പോയിന്റ് ഉണ്ട് എന്നുള്ളത് ഓർത്തിരിക്കുക. 5.5 എന്ന് പറയുന്നത് 0.550 ആണെന്നും നിങ്ങളുടെ മനസ്സിൽ വരണം, ഓർക്കാനുള്ള എളുപ്പത്തിനാണ്. ദെൻ 5.5 to 7 ഇടത്തരം, 7 to 8 ഉയർന്നത്, 8 to 10 വളരെ ഉയർന്നത്. പോയിന്റ് വരുമ്പോൾ ചില ആളുകൾക്ക് ഓർത്തിരിക്കാൻ പ്രയാസം ഉണ്ടാകും. ഐക്യരാഷ്ട്ര വികസന പരിപാടി UNDP ആണ് ഇങ്ങനെ ലോകരാഷ്ട്രങ്ങളെ തരം തിരിച്ച് പട്ടിക തയ്യാറാക്കി പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ ഐക്യരാഷ്ട്ര വികസന പരിപാടിയാണ് UNDP തയ്യാറാക്കി പ്രസിദ്ധീകരിക്കുന്നത്. 1990 മുതൽ ഓരോ വർഷവും UNDP മാനവ വികസന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു വരുന്നു. 2016 കണക്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 2016 ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത് പഠിക്കേണ്ട ആവശ്യമില്ല. പുതിയ റിപ്പോർട്ട് അനുസരിച്ചാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കൂ, ഇന്ത്യ 0.624 ആണ്. 0.624. അപ്പോൾ ഏതിൽ വരുന്നു? നമ്മൾ പറഞ്ഞു 5.5 താഴെയാണെങ്കിൽ ഏറ്റവും താഴ്ന്നതാണ്. ഇടത്തരാകുമ്പോൾ 5.5 to 6 എന്നൊക്കെ നമ്മൾ പഠിച്ചില്ലേ. സോ നമ്മൾ ഇടത്തരത്തിലാണ് വരുന്നത്. ഇന്ത്യ ഇടത്തരത്തിലാണ് വരുന്നത്. ഓക്കെ, നോർവേയൊക്കെ ടോപ്പിലല്ലേ അല്ലേ, ടോപ്പിലൊക്കെ വരുന്നില്ലേ. ദെൻ നമ്മളെക്കാൾ താഴ്ന്ന രാജ്യങ്ങളുണ്ട്. ഹെയ്ത്തി, മാലി, ബംഗ്ലാദേശ്. ഇതൊക്കെ നമ്മുടെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിനേക്കാൾ കുറഞ്ഞതാണ്. ദെൻ ബാക്കി വരാം. മാനവ വികസന സൂചികയുടെ പൂരകമായി ഐക്യരാഷ്ട്ര സംഘടന വികസിപ്പിച്ചെടുത്ത മറ്റൊരു സൂചികയാണ് മാനവ ദാരിദ്ര്യ സൂചിക. അപ്പോൾ മാനവ ദാരിദ്ര്യ സൂചികയുണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മാനവ ദാരിദ്ര്യ സൂചികയിൽ ഇന്ത്യ എത്ര പിറകിലോട്ട് വന്നു അല്ലെങ്കിൽ മുന്നിലോട്ട് വന്നതെന്നൊക്കെ. അപ്പം ഇതും ഐക്യരാഷ്ട്ര സംഘടന വികസിപ്പിച്ചതാണ്. 1997 ഇതിൻ്റെ ആദ്യ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്. 1997. 3 ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് മാനവ ദാരിദ്ര്യ സൂചിക തയ്യാറാക്കുന്നത്. ഇവിടെയും ആയുർദൈർഘ്യം വരുന്നുണ്ട് കേട്ടോ. സുദീർഘവും ആരോഗ്യകരമായിട്ടുള്ള ജീവിതം, അറിവ്, അന്തസ്സുറ്റ ജീവിത നിലവാരം. ഇതൊക്കെ പഠിക്കുക കേട്ടോ. സുദീർഘവും ആരോഗ്യകരവുമായിട്ടുള്ള ജീവിതം, അറിവ്, അന്തസ്സുറ്റ ജീവിത നിലവാരം. ദെൻ മാനവ സന്തോഷ സൂചിക. 4ാമത്തെ അഥവാ അവസാനത്തെ വികസന സൂചികയാണ് മാനവ സന്തോഷ സൂചിക, ഹാപ്പിനെസ് ഇൻഡെക്സ്. എപ്പോഴും ഫിൻലാൻഡൊക്കെ തുടക്കത്തിൽ വരുന്നത് ഇതിലാണ് അല്ലേ.
മേൽപ്പറഞ്ഞ മാനവ സൂചികകൾക്ക് പുറമെ ഐക്യരാഷ്ട്ര സംഘടന അംഗീകാരം നൽകിയ പുതിയൊരു വികസന സൂചികയാണ് മാനവ സന്തോഷ സൂചിക. ഭൂട്ടാൻ വികസിപ്പിച്ച ഈ സൂചികയ്ക്ക് ഐക്യരാഷ്ട്ര സംഘടന അംഗീകാരം നൽകുകയാണ്. അപ്പോൾ ഇത് വികസിപ്പിച്ചത് ഭൂട്ടാനാണ് കേട്ടോ. ഭൂട്ടാൻ വികസിപ്പിച്ചു, ഐക്യരാഷ്ട്രസഭ ഇതിന് അംഗീകാരം നൽകി. 9 സൂചകങ്ങളാണ് ആനന്ദ സൂചിക കണ്ടെത്തുന്നതിന് പരിഗണിക്കുന്നത്. 9 എണ്ണം ഉണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി. നല്ല ആരോഗ്യം, ജീവിത നിലവാരം, പ്രകൃതി ജൈവ വൈവിധ്യ സംരക്ഷണം, സാമൂഹിക ജീവിതവും അയൽപക്ക ബന്ധവും, അഴിമതിരഹിത ഭരണം, സാംസ്കാരിക വൈവിധ്യം, വിദ്യാഭ്യാസം, സമയത്തിൻ്റെ ഫലപ്രദമായ ഉപയോഗം, മാനസികാരോഗ്യം. ഒരു മനുഷ്യന് വേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെ പറയുന്നുണ്ട് അല്ലേ. ചെറുത് മുതൽ വലുത് വരെയുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. ഇത് നന്നായിട്ട് വായിച്ചൊന്ന് മനസ്സിലാക്കുക കേട്ടോ, കാണാതെ പഠിക്കേണ്ട, നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. 2018 മാനവ സന്തോഷ സൂചിക അനുസരിച്ച് ലോകരാഷ്ട്രങ്ങളുടെ ഇന്ത്യയുടെ സ്ഥാനം 133. ഇത് പഠിക്കേണ്ട, 2018 കണക്കാണ്. ഫിൻലാൻഡ്, നോർവേ, ഡെൻമാർക്ക് എന്നീ രാജ്യങ്ങളാണ് ആദ്യ 3 സ്ഥാനങ്ങളിൽ. മിക്കപ്പോഴും ഫിൻലാൻഡൊക്കെ തന്നെയാണ് ഈ ഒരു ക്രമത്തിൽ തന്നെയാണ് വരുന്നത്. ഇത് നമ്മൾ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സിൽ പറയും കേട്ടോ, ഈ വർഷം ആരാണ് മുന്നിലുള്ളത് എന്നുള്ളത്. സാമ്പത്തിക വളർച്ചയും സാമ്പത്തിക വികസനവും പരസ്പരം ബന്ധപ്പെട്ടവയാണെന്നും എന്നാൽ അവ തമ്മിൽ പ്രകടമായ വ്യത്യാസങ്ങളുണ്ടെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. സാമ്പത്തിക വളർച്ചയും സാമ്പത്തിക വികസനവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു, എന്നാൽ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ എന്താണ് സാമ്പത്തിക വളർച്ച, എന്താണ് സാമ്പത്തിക വികസനം എന്ന് നമുക്ക് നോക്കാം. ഉൽപാദനത്തിൻ്റെ വരുമാനത്തിലുണ്ടാകുന്ന വളർച്ചയാണ് സാമ്പത്തിക വളർച്ച. ഗുണനിലവാരത്തിൽ, ജീവിത ഗുണനിലവാരത്തിൽ ഉണ്ടാകുന്നതാണ് വികസനം. വികസനം എപ്പോഴും ഗുണാത്മകം, ക്വാളിറ്റിയുമായിട്ട് ബേസ് ചെയ്തായിരിക്കും, ക്വാണ്ടിറ്റി ബേസ് ചെയ്തതല്ല കേട്ടോ. ഇവിടെ ദേശീയ വരുമാനമാണ് വളർച്ചയുടെ പ്രധാന മാനദണ്ഡം. ഇവിടെ എന്തൊക്കെയുണ്ട്? 4 സൂചികകൾ ഉണ്ട് നമ്മളൊന്ന് പറയും അല്ലേ. പ്രതിശീർഷ വരുമാനം, ഭൗതിക ജീവിത ഗുണനിലവാര സൂചിക, മാനവ വികസന സൂചിക, ഇതൊക്കെയാണ് പ്രധാനമായിട്ട് വരുന്നത്. ഭൗതിക ജീവിത ഗുണനിലവാര സൂചിക, മാനവ വികസന സൂചിക. സാമ്പത്തിക വളർച്ച സംഖ്യാപരമാണ് അല്ലേ, സംഖ്യാപരമാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ പ്രതിശീർഷം പറയാത്തത്. പ്രതിശീർഷ വരുമാനമൊക്കെ പറയുന്ന സമയത്ത് അവിടെ വികസനമൊന്നും വരുന്നില്ല. ദെൻ ഗുണപരമായ മാറ്റമാണ് നമ്മളിവിടെ സൂചിപ്പിക്കുന്നത്. ഇവിടെ സംഖ്യയാണ്, ക്വാണ്ടിറ്റി, ഇവിടെ ക്വാണ്ടിറ്റിയാണ്, ഇവിടെ ക്വാളിറ്റിയാണ്. സാമ്പത്തിക ഘടകങ്ങൾക്ക് മാത്രം ഊന്നൽ നൽകുന്നു. അപ്പോൾ സമ്പത്ത് എത്രമാത്രം വർദ്ധിപ്പിക്കാം എന്നതിന് മാത്രമാണ് ഊന്നൽ നൽകുന്നത്. ഇവിടെയോ സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള, സാമ്പത്തികവും അതോടൊപ്പം സാമൂഹികവുമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഊന്നൽ നൽകുന്നു. ദെൻ വളർച്ച ഹ്രസ്വ കാലയളവിൽ സംഭവിക്കുന്നതാണ്. വളർച്ച ചുരുങ്ങിയ കാലയളവിൽ സംഭവിക്കുന്നു. എന്നാൽ വികസനം ചുരുങ്ങിയ കാലം കൊണ്ടൊന്നും നടക്കൂല, ദീർഘകാലയളവ് എടുത്താണ് വികസനം നടക്കുന്നത്. മനസ്സിലായല്ലോ. ദെൻ നമുക്ക് അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോകാം. ഇന്ത്യയിൽ വികസനം നേരിടുന്ന വെല്ലുവിളികൾ. അപ്പോൾ ഇന്ത്യയിൽ വികസനം നടക്കുന്നതിനെ തൊട്ട് തടയുന്ന കുറേ കാര്യങ്ങളുണ്ട് അല്ലേ. നമ്മളെപ്പോഴും ഓരോ മേഖലകളിലും വെല്ലുവിളികൾ ഉണ്ടാവും, അതും കൂടി നമ്മൾ പഠിച്ചു വെക്കുക. ഇന്ത്യയിലെ വികസനം നിരവധി വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. അതിലേറ്റവും പ്രധാനമാണ് ദാരിദ്ര്യം. പ്ലാനിംഗ് കമ്മീഷന് വേണ്ടി രംഗരാജൻ പാനൽ തയ്യാറാക്കിയ കണക്ക് പ്രകാരം ഇന്ത്യയിൽ 2011-12 29.5% ആളുകൾ ദരിദ്രരാണ്. അപ്പോൾ രംഗരാജൻ പാനലിൻ്റെ അഭിപ്രായ പ്രകാരം 29.5% ആളുകൾ ഇന്ത്യയിൽ 2011-12 കാലയളവിൽ ദരിദ്രരാണ്. ദാരിദ്ര്യത്തെ കൂടാതെ നിരക്ഷരത, പോഷകാഹാരക്കുറവ്, കടുത്ത സാമ്പത്തിക അസമത്വങ്ങൾ, പട്ടിണി മരണം, തൊഴിലില്ലായ്മ എന്നീ പ്രശ്നങ്ങളും വികസിത രാജ്യങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി തൊഴിലില്ലായ്മയാണ് അല്ലേ. അതിനെക്കുറിച്ച് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കൊക്കെ അത് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. കഴിഞ്ഞ 20 വർഷത്തിലധികമായി കാണുന്ന ഒരു പ്രവണത നമുക്ക് സാമ്പത്തിക വളർച്ച 8 മുതൽ 9% വരെ ഉണ്ടെങ്കിലും തൊഴിലിൻ്റെ വളർച്ചാ നിരക്ക് 1% അതിൽ താഴെയോ മാത്രമാണ്. അപ്പോൾ നമ്മുടെ സാമ്പത്തിക വളർച്ച കൂടുന്നുണ്ട്, 8 മുതൽ 9% വരെ കൂടുന്നുണ്ട്. പക്ഷേ തൊഴിലിൻ്റെ വളർച്ചാ നിരക്ക് 1% ആണ് മാക്സിമം. അതിൻ്റെ താഴേക്കാണ് വളർച്ച വരുന്നത്. അതിൻ്റെ അർത്ഥം ഇന്ത്യയിൽ ഓരോ വർഷവും ആളുകൾ തൊഴിലിന് വേണ്ടി അലങ്ങി നടക്കുകയാണ് അല്ലേ. അപ്പോൾ സാമ്പത്തിക വളർച്ച പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്നർത്ഥം. അപ്പോൾ സാമ്പത്തിക വളർച്ച ഉണ്ട് എങ്കിൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകണമെന്നില്ല കേട്ടോ. സാമ്പത്തിക വളർച്ച തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുന്നില്ല. ഇന്ത്യയുടെ അവസ്ഥ പറഞ്ഞതാണ് കേട്ടോ.
ഇന്ത്യയിൽ ദാരിദ്ര്യം നാം കണക്കാക്കുന്നത് കലോറിയുടെ അടിസ്ഥാനത്തിലാണ്. നമ്മളത് പഠിച്ചു അല്ലേ, എക്കണോമിക്സിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഗ്രാമപ്രദേശങ്ങളാണെങ്കിൽ 2400 കലോറി ഊർജം പ്രദാനം ചെയ്യാൻ കഴിയുന്ന ആഹാരം ലഭിക്കാനുള്ള വരുമാനം ഇല്ലെങ്കിൽ ഒരു വ്യക്തി ദാരിദ്ര്യത്തിലാണ്. ഇനി നഗരപ്രദേശങ്ങളാകുമ്പോൾ 2100 കലോറി. ഇന്ത്യയിൽ ഉത്തർപ്രദേശ്, ബീഹാർ, ഉത്തരാഖണ്ഡ്, ഛത്തീസ്ഗഡ്, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിലെ 35% കൂടുതൽ ജനങ്ങൾ ദാരിദ്ര്യത്തിലാണ്. അപ്പോൾ ഒരു കഠിനമായ ദാരിദ്ര്യമൊക്കെ അനുഭവിക്കുന്ന ഒരു പ്രദേശമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ കഴിയും ഉത്തർപ്രദേശ്, ബീഹാർ, ഉത്തരാഖണ്ഡ്, ഛത്തീസ്ഗഡ്, ഒഡീഷ. അതുകൊണ്ടാണ് ഇവിടെയുള്ള ആളുകളെല്ലാം ജോലി തേടി അന്യസംസ്ഥാനങ്ങളിൽ, കേരളം ഉൾപ്പെടെയുള്ള അന്യസംസ്ഥാനങ്ങളിലേക്ക് വരുന്നത്. ദെൻ നമ്മുടെ വികസനം നേരിടുന്ന പ്രധാന വെല്ലുവിളി തൊഴിലില്ലായ്മ എന്ന് പറഞ്ഞു. മറ്റൊരു പ്രശ്നമാണ് അസമത്വം, ഇൻഇക്വാളിറ്റി. അസമത്വം 3 തരത്തിലുണ്ട് അല്ലേ. ഒന്ന് സമ്പത്തിലുള്ള അസമത്വം, വരുമാനത്തിലുള്ള അസമത്വം, ഭൂപ്രദേശങ്ങൾ തമ്മിലുള്ള അസമത്വം. എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ 3 തരത്തിലുള്ള അസമത്വങ്ങളും ഇന്ത്യയിൽ വളരെ രൂക്ഷമാണ്. രാജ്യത്തിൻ്റെ മൊത്തം സമ്പത്തിലും രാജ്യത്ത് ലഭ്യമായ വരുമാനത്തിലും ജനങ്ങൾക്കുള്ള പങ്കിൻ്റെ അടിസ്ഥാനത്തിലാണ് യഥാക്രമം സമ്പത്തിലുള്ള അസമത്വവും വരുമാനത്തിലുള്ള അസമത്വവും കണക്കാക്കുന്നത്. അപ്പോൾ രാജ്യത്തിൻ്റെ മൊത്തം സമ്പത്തിൽ അധികവും ഒരു 80% അതിസമ്പന്നരായ കുറഞ്ഞ ആളുകളുടെ അടുക്കലിരിക്കുകയാണ്. ബാക്കി 20% മാത്രമാണ്, ഏകദേശ കണക്കാണ് കേട്ടോ, ബാക്കി ഭൂരിഭാഗം ആളുകളുടെ അടുക്കലും നിൽക്കുന്നത്. വരുമാനവും അതേപോലെ തന്നെയാണ്. ഈ കുറഞ്ഞ ആളുകളുണ്ടല്ലോ, ഈ കുറഞ്ഞ അതിസമ്പന്നരായ ആളുകൾക്കാണ് കൂടുതൽ വരുമാനം കിട്ടുന്നത്. എന്നാൽ അതിനേക്കാൾ മഹാഭൂരിപക്ഷമായ സാധാരണക്കാരായ ആളുകളുടെ അടുക്കൽ വരുമാനം എത്തുന്നില്ല. സോ ഈ വരുമാനത്തിലാണ് അസമത്വവും, സമ്പത്തിലുള്ള അസമത്വവും വരുമാനത്തിലുള്ള അസമത്വവും നമുക്ക് കാണാൻ കഴിയുന്നത്. ഭൂപ്രദേശങ്ങൾ തമ്മിലുള്ള അസമത്വമാണ് മൂന്നാമത്തേത്. അപ്പം ഭൂപ്രദേശങ്ങൾ തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ടാകും. ഉദാഹരണത്തിന് മഹാനഗരങ്ങളിലെ ഭൂരിഭാഗം ആളുകൾക്ക് തൊഴിൽ, നല്ല ആശുപത്രി, റോഡ്, ശുദ്ധമായ കുടിവെള്ള സൗകര്യം, യാത്രാ സൗകര്യം, സ്കൂള്, കോളേജ് എന്നിവ ലഭ്യമാണ്. അപ്പോൾ ചില സ്ഥലങ്ങളിൽ അതൊക്കെ കിട്ടുന്നുണ്ട്. എന്നാൽ ബീഹാർ, ഉത്തർപ്രദേശ്, ഒഡീഷ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ചില ഗ്രാമപ്രദേശങ്ങളിൽ ഇത്തരം സൗകര്യങ്ങൾ വളരെ അപര്യാപ്തമാണ്. ഇവിടെ പട്ടിണി മരണം, തൊഴിലില്ലായ്മ, റോഡുകളുടെയും വാർത്താവിനിമയ സൗകര്യങ്ങളുടെയും അപര്യാപ്തത എന്നിവ നിലനിൽക്കുന്നു. ഇങ്ങനെ ചില പ്രദേശങ്ങൾ വികസനത്തിൽ മുൻപന്തിയിലും ചില പ്രദേശങ്ങൾ പിന്നാക്കവും നിൽക്കുന്ന അവസ്ഥയാണ് പ്രാദേശികമായ അസന്തുലിതാവസ്ഥ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സോ പ്രാദേശികമായിട്ടുള്ള അസന്തുലിത അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ ചില പ്രദേശങ്ങൾ പിന്നാക്കവും ചില പ്രദേശങ്ങൾ മുൻപന്തിയിലും നിൽക്കുന്ന അവസ്ഥ. അപ്പോൾ ഇന്ത്യയിൽ തന്നെ ചില സംസ്ഥാനങ്ങൾ മുന്നിൽ നിൽക്കുന്നു, ചില സംസ്ഥാനങ്ങൾ പിന്നിൽ നിൽക്കുന്നു. സോ ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്ക് സുസ്ഥിര വികസനമാണ് വേണ്ടത്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, സുസ്ഥിര വികസനം. എന്താണ് സുസ്ഥിര വികസനം? ഏതൊരു സമ്പദ് വ്യവസ്ഥയുടെയും മുഖ്യ ലക്ഷ്യം സാമ്പത്തിക വികസനമാണെന്ന് നാം മനസ്സിലാക്കി. സാമ്പത്തിക വികസനത്തിലൂടെ നിരവധി മാറ്റങ്ങളാണ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്നത്. ഉദാഹരണം, നല്ല ഗതാഗത സൗകര്യം, നഗരവൽക്കരണം, വ്യവസായശാലകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വർദ്ധിപ്പിക്കുക, ആരോഗ്യ മേഖല വർദ്ധിപ്പിക്കുക, സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സാമ്പത്തിക വളർച്ചയിലൂടെ നേടിയെടുക്കാൻ കഴിയും. എന്നാൽ ഇത്തരം മാറ്റങ്ങൾ മനുഷ്യ ജീവിതത്തിൻ്റെ ഗുണനിലവാരവും രാജ്യങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയും മെച്ചപ്പെടുത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ മനുഷ്യൻ്റെ അനിയന്ത്രിതമായിട്ടുള്ള ത്വര അടങ്ങുന്നില്ല. അത് വിഭവങ്ങൾ അമിതമായി ചൂഷണം ചെയ്യുന്നതിലേക്കും പ്രകൃതിയെ നശിപ്പിക്കുന്നതിലേക്കും മനുഷ്യനെ കൊണ്ടു ചെന്നെത്തിക്കുന്നു. നഗരവൽക്കരണത്തിൻ്റെയും കൃഷിയുടെയും വാണിജ്യവൽക്കരണത്തിൻ്റെയും എല്ലാം ഫലമായി ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. കണ്ടില്ല, പ്രകൃതിയിൽ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്നത്, കീടനാശിനി തളിക്കുന്നത്, അതേപോലെ എക്സ്കവേഷൻ നടത്തുന്നത് അല്ലേ, നമ്മുടെ കുന്നുകളൊക്കെ ഇടിച്ച് നിരപ്പാക്കുന്നത്. അപ്പം ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പ്രകൃതിയിൽ നിന്നും നല്ലത് കിട്ടുന്നുണ്ട്, പക്ഷേ നമ്മൾ പ്രകൃതിക്ക് തിരിച്ച് നല്ലത് കൊടുക്കുന്നില്ല. സാമ്പത്തിക വളർച്ച ലക്ഷ്യമിട്ട് മനുഷ്യൻ നടത്തുന്ന പ്രവർത്തനങ്ങൾ പലപ്പോഴും പ്രകൃതി വിഭവങ്ങളുടെ ശോഷണത്തിനും പരിസ്ഥിതി നാശത്തിനും ഇടയാക്കുന്നു. നമ്മുടെ നാട്ടിൽ പ്രതിദിനം ഉയരുന്ന കെട്ടിടങ്ങൾക്കും റോഡുകൾക്കുമായി പാറകളും കുന്നുകളും ക്രമാതീതമായി നിരപ്പാക്കുന്നു. അത് മനുഷ്യരുടെ ജീവിതത്തെയും പ്രാദേശിക കാലാവസ്ഥയും ദോഷകരമായി ബാധിക്കുന്നു. ഉരുൾപൊട്ടലും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നതാണ് അല്ലേ. നമുക്കതൊന്നും ഒന്നും ചെയ്യാൻ പറ്റാത്തത്ര നിസ്സഹായരായി നമ്മൾ നിൽക്കുന്നു. ഇത്തരം പ്രശ്നങ്ങൾ രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച ഇത്തരം പ്രശ്നങ്ങൾ രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച സാധ്യമാക്കുമെങ്കിലും ഒരു വിഭാഗം ജനങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. പ്രത്യേകിച്ച് ഇത്തരം
പ്രകൃതിയെ ആശ്രയിച്ച് ജീവിക്കുന്ന, അതിൻ്റെ പരിസരത്ത് ജീവിക്കുന്ന ആളുകളുടെ ജീവിതം ദുരിതത്തിലാകും. അതൊക്കെ കേരളത്തിൽ തന്നെ നമ്മൾ പലപ്പോഴായിട്ട് കാണുന്നതാണ് അല്ലേ. സോ നമ്മൾ ചെയ്യേണ്ടത് മാനവ മുഖമുള്ള, പരിസ്ഥിതിക്ക് ആഘാതമേൽപ്പിക്കാത്ത ഒരു വികസന സമീപനമാണ്. അതാണ് സുസ്ഥിര വികസനം. അപ്പോൾ നമുക്ക് വികസനം വേണം. വികസനം നടക്കുന്നതോടൊപ്പം തന്നെ പ്രകൃതിക്ക് ദോഷം വരാൻ പാടില്ല. അപ്പോൾ പ്രകൃതിക്ക് ദോഷം വരാത്ത രീതിയിലുള്ള വികസനത്തെയാണ് നമ്മൾ സുസ്ഥിര വികസനം എന്ന് പറയുന്നത്. പ്രകൃതിക്ക് ദോഷം വരാത്ത രീതിയിലുള്ള വികസനത്തെ സുസ്ഥിര വികസനം എന്ന് പറയുന്നു. ഐക്യരാഷ്ട്ര സംഘടന നിയമിച്ച ബ്രണ്ട്ലാൻഡ് കമ്മീഷൻ സുസ്ഥിര വികസനത്തെ നിർവചിച്ചത് ഇപ്രകാരമാണ്: വരും തലമുറയ്ക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കഴിവിൽ കുറവ് വരാതെ ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമീപനമാണ് സുസ്ഥിര വികസനം. അപ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ നടക്കണം, എന്നാൽ ഇനി വരും തലമുറയ്ക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള വിഭവങ്ങൾ ഇവിടെ നിലനിൽക്കുകയും വേണം. ആ തരത്തിലുള്ള വികസനത്തെയാണ് സുസ്ഥിര വികസനം എന്ന ബ്രണ്ട്ലാൻഡ് കമ്മീഷൻ. അപ്പോൾ ഇത് പഠിക്കുക, ബ്രണ്ട്ലാൻഡ് കമ്മീഷൻ പറഞ്ഞതാണ്. ഇനി പ്രകൃതി വിഭവങ്ങൾ ഉപയോഗിക്കുന്നതിൽ സാമൂഹിക നീതി ഉറപ്പുവരുത്തുന്ന കാഴ്ചപ്പാടാണ് ഇത് അല്ലേ. നമുക്കും വേണം, നമ്മുടെ പിൻതലമുറയ്ക്കും വേണം. പ്രകൃതി വിഭവങ്ങൾ ഒരു തലമുറയ്ക്ക് മാത്രം അനുഭവിക്കാനുള്ളതല്ല, വരും തലമുറയ്ക്ക് കൂടി അവകാശപ്പെട്ടതാണ് എന്ന കാഴ്ചപ്പാടാണ് സുസ്ഥിര വികസനത്തിൻ്റെ കാതൽ. സുസ്ഥിര വികസനത്തിന് 3 പ്രധാന ലക്ഷ്യങ്ങളുണ്ട്. ഒന്ന് പാരിസ്ഥിതിക ലക്ഷ്യങ്ങൾ, സാമ്പത്തിക ലക്ഷ്യങ്ങൾ, സാമൂഹിക. അപ്പോൾ സാമ്പത്തിക, സാമൂഹിക, പാരിസ്ഥിതിക ലക്ഷ്യങ്ങളുണ്ട്. സമ്പത്ത്, സമൂഹം, പരിസ്ഥിതി, 3നെയും പരിഗണിക്കുന്നു. സമ്പത്ത്, സമൂഹം, പരിസ്ഥിതി. നിങ്ങൾക്ക് ചുറ്റുമുള്ള പ്രകൃതിയെ നിരീക്ഷിക്കൂ. സുസ്ഥിര വികസനത്തിന് വിഘാതമാകുന്ന പ്രവർത്തനങ്ങൾ എന്തെല്ലാമെന്ന് കണ്ടെത്താനാണ് പറയുക. അല്ല, വയൽ നികത്തുന്നുണ്ട്, അമിതമായിട്ട് കീടനാശിനി പ്രയോഗം, ശുദ്ധജലം മലിനമാക്കലും പാഴാക്കലും, മണൽ ഖനനം, അതേപോലെ കാട് വെട്ടി നശിപ്പിക്കൽ, മരം വെട്ടി നശിപ്പിക്കൽ, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് അല്ലേ. അപ്പം ഇതിന് എല്ലാം ബദലായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. സോ നമ്മളിന്ന് സുസ്ഥിര വികസനം, സാമ്പത്തിക വളർച്ചാ വികസനം തുടങ്ങിയ കോൺസെപ്റ്റുകളാണ് പഠിച്ചത്. സോ പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എന്തൊക്കെയാണെന്ന് നോക്കാം. സാമ്പത്തിക വളർച്ച എന്താണെന്ന് പഠിച്ചു, സാമ്പത്തിക വികസനം എന്താണെന്ന് പഠിച്ചു, ഇവകൾ തമ്മിലുള്ള വ്യത്യാസം. വികസന സൂചിക എന്താണെന്ന് പഠിച്ചു. വികസന സൂചിക എന്ന നിലയിൽ പ്രതിശീർഷ വരുമാനത്തിൻ്റെ പോരായ്മ. മാനവ വികസന സൂചിക നിർണ്ണയിക്കുന്നതിൽ എന്തൊക്കെ പരിഗണിക്കുന്നു, സുസ്ഥിര വികസനം എന്താണ്, ആധുനിക വികസന പ്രക്രിയ നേരിടുന്ന വെല്ലുവിളികൾ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എക്കണോമിക്സിൽ പഠിച്ചത്. ഇനി ഒരു 3-4 ക്ലാസ്സോടുകൂടി നമ്മുടെ ഒരു 10ാം ക്ലാസ് അല്ലെങ്കിൽ 10ാം ക്ലാസ് +2 നിലവാരമുള്ള പരീക്ഷകൾക്ക് ആവശ്യമായിട്ടുള്ള പോയിന്റുകളെല്ലാം നമ്മൾ കവർ ചെയ്യും. അതിനുശേഷം മറ്റു ടോപ്പിക്സും കൂടി ഏകദേശം കവർ ചെയ്തിട്ട് നമ്മൾ NCERT കടക്കും. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിയിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിപ്പെടാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.